മഴത്തൊരു മുമ്പ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തിയും മനുവും തമ്മിൽ തർക്കത്തിലാണ്. ആ സമയത്ത് മനു പറയുന്നുണ്ട്, വൈജയന്തി ഇങ്ങനെ നിന്ന് സംസാരിക്കേണ്ട, നിങ്ങളുടെ മക്കൾ പോലും ഇപ്പോൾ നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയോ? നിങ്ങൾ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരുന്നല്ലോ പാസ്റ്റിൽ. ആ പാസ്റ്റ് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ മക്കൾക്കറിയാം. അതുകൊണ്ടാണ് മക്കൾ വിട്ടു നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി ഒന്നും അറിയാത്ത പോലെ എൻ്റെ പാസ്റ്റിൽ എന്താ സംഭവിച്ചത്, നിനക്ക് എല്ലാം അറിയാവുന്ന പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്, എന്നാ പറയടാ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അതൊക്കെ മക്കളോടും ബാലചന്ദ്രങ്ങളോടും പോയി ചോദിച്ചാൽ മതി, എന്നോട് ചോദിക്കേണ്ട, ഞാനായിട്ട് പറയാനും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പറയേണ്ട സമയത്ത് എന്നെ കലിപ്പിളക്കിയാൽ ഞാൻ പറയുകയും ചെയ്യും. അത് വൈജയന്തിയോട് മാത്രമായിരിക്കില്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ചായിരിക്കും ഞാൻ ഇത് പറയുക. അപ്പോൾ പിന്നെ തലകുനിച്ച് നിൽക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അലീനയെ നിങ്ങൾ അങ്ങനെ തള്ളിക്കളയാമെന്നും ജീവിതത്തിൽ നിന്നും ഒരു എളുപ്പത്തിൽ പുല്ലുപോലെ എടുത്ത് കളയാമെന്നുള്ളതും വിചാരിക്കേണ്ട. അങ്ങനെ എടുത്ത് കളയാൻ പറ്റുന്ന ഒരാളല്ല അലീന. ആൻറ്റിയുടെ ജീവിതത്തിൽ നിന്ന് അത്ര പെട്ടെന്നും അവൾക്ക് പോവാൻ കഴിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാകെ മൊത്തത്തിൽ വൈജയന്തിയെ കൺഫ്യൂഷനാക്കിയിരിക്കുകയാണ്. അങ്ങനെ വൈജയന്തി ഇക്കാര്യത്തെക്കുറിച്ച് എന്തായാലും അറിഞ്ഞേ പറ്റുകയുള്ളൂ എന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ട്, എൻ്റെ മക്കൾക്കറിയാമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അവർ സംസാരിക്കുന്ന സമയത്ത് എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിച്ചേ പറ്റൂ എന്നൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോളും അതുപോലെ ബബിതയും സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ വൈജയന്തി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതേക്കുറിച്ചൊരു വിവരം വൈജയന്തിക്ക് കിട്ടിയിരുന്നില്ല. കാരണം ബബിതയ്ക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ അറിയാവുന്നത് കൃഷ്ണമോളാണ്. പക്ഷെ അത് നമ്മുടെ വൈജയന്തിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് ഇവർക്കൊന്നും അറിയുന്നില്ല എന്നാണല്ലോ തോന്നുന്നത്. ഈ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് കൃഷ്ണമോൾ അലീനയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കുന്നത്. ആ സമയത്ത് ആരാണ് ഫോണിൽ എന്നുള്ളത് വൈജയന്തിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ കൃഷ്ണമോളുടെ സംസാരം അങ്ങ് കേൾക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കൃഷ്ണമോൾ പറഞ്ഞത്, അമ്മയ്ക്ക് കുറച്ചൊക്കെ അടങ്ങി ഒതുങ്ങി നിന്നൂടെ, അച്ഛനെ വല്ലാണ്ട് ദേഷ്യം പിടിപ്പിച്ചാൽ അമ്മയ്ക്കല്ല അതിൻ്റെ കേട്. കാരണം അമ്മയെ ഒരുപാട് സഹിക്കുന്നുണ്ട് അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ലല്ലോ, പകരം അമ്മയുടെ മകളാണ് എന്നുള്ളത് അമ്മയ്ക്ക് ഇതുവരെ തിരിച്ചറിയാനും കഴിഞ്ഞിട്ടില്ല. എന്തൊരു കഷ്ടമാണല്ലേ, എൻ്റെ അച്ഛനൊരു പാവാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അലീന വൈജയന്തിയുടെ മകളാണ് എന്നുള്ള ആ ഒരു ഇത് കൃഷ്ണമ്മളുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇവളെന്തൊക്കെ പറയുന്നത്, വേണ്ടാത്തതൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. അലീന എൻ്റെ മകളാണ് എന്നുള്ളതോ, അതൊരിക്കലും സംഭവിക്കത്തില്ല. അതുപോലുള്ളൊരു പെൺകൊച്ചി ലോകത്തിൽ വേറെ എത്ര പെൺകുട്ടികളുണ്ട്, ഇതിനൊക്കെ എങ്ങനെ കൊള്ളാം സ്വന്തം മകളാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് 23 വർഷം മുമ്പ് അമ്മ ചെയ്ത തെറ്റൊന്നും അമ്മയ്ക്ക് ഓർമ്മയില്ല, എന്നിട്ടാണ് അച്ഛനോട് തർക്കിക്കാൻ നിൽക്കുന്നത്. ആവുന്ന കാലത്ത് കുറേ ബലസി നടന്നതാ, എന്നിട്ട് അതിലൊരു കുഞ്ഞും ഉണ്ടായി, എന്നിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ നടക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതോ, ഇവൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എൻ്റെ ജീവിതത്തിൽ 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് മരിച്ചും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേക്കുറിച്ചൊക്കെ ഇവരെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞു? എന്തൊക്കെയാണ് ഇവർ ഈ പറയുന്നത്? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ ചിന്തിച്ചിട്ട് ആകെ ബേജാറായി നിൽക്കുകയാണ് വൈജയന്തി.